നമസ്കാരം. ഇസ്രയേൽ അമേരിക്ക സംയുക്ത ആക്രമണത്തിൽ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ട ശേഷം ഇസ്രയേലിനും ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്കു നേരെയും ഇറാൻ ആക്രമണം ശക്തമാക്കിയിരുന്നു. ഇസ്രയേലിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ തലസ്ഥാനമായ ടെൽ അവീവിലും ജെറുസലേമിലും കാര്യമായ നാശനഷ്ടങ്ങൾ രേഖപ്പെടുത്തി. ഈ ആക്രമണങ്ങൾ ഒന്നിൽ ബെഞ്ചമിൻ നെതന്യാഹു വധിക്കപ്പെട്ടു എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിയിരുന്നു. വെറും വാദങ്ങൾക്കപ്പുറം നെതന്യാഹു ആക്രമിക്കപ്പെട്ടതിന്റെ ചിത്രം ഉൾപ്പെടെ ഇപ്പോൾ പ്രചരിച്ചിരുന്നു. ഇറാൻ വ്യോമാക്രമണത്തിൽ നെതന്യാഹു കൊല്ലപ്പെട്ട ചിത്രം ഇറാൻ ടൈംസും പുറത്തുവിട്ടിരുന്നു. എന്നാൽ ഈ വാദത്തോട്, അതായത് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ബെഞ്ചമിൻ നെതന്യാഹുവിനെ സൈനികർ ചേർന്ന് പുറത്തെടുക്കുന്ന ചിത്രങ്ങളായിരുന്നു എത്തിയത് പുറത്ത്. എന്നാൽ ഇറാനുമായുള്ള സംഘർഷം രൂക്ഷമായിരിക്കെ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി കൊല്ലപ്പെട്ടു എന്ന വാർത്ത പ്രചരിക്കുന്നതിൽ അർത്ഥമില്ല എന്നതാണ് പുതിയ വാർത്ത എന്ന് തരുന്നത്. അതായത് മധ്യപൂർവേഷ്യയിലെ യുദ്ധഭീതി നേരിളിക്ക് ഇസ്രയേലിന്റെ എയർഫോഴ്സ് 1 എന്നറിയപ്പെടുന്ന വിങ് ഓഫ് സയോൺ സുരക്ഷാ കാരണങ്ങളാൽ ജർമ്മനിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ചാൻസലർ ഫ്രിഡ്സ് മെർസിന്റെ വക്താവ് കഴിഞ്ഞ ആഴ്ചയിൽ ഈ വിവരം സ്ഥിരീകരിച്ചിരുന്നു. ഇസ്രയേലിൽ നിന്നും പുറപ്പെട്ട ഈ വിമാനം മണിക്കൂറുകളോളം മെഡിറ്ററേനിയൻ കടലിന് മുകളിൽ വട്ടമിട്ട് പറന്ന ശേഷമാണ് ബെർലിനിൽ ലാൻഡ് ചെയ്തത്. വിമാനം ജർമ്മനിയിൽ എത്തിയതോടെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും കുടുംബവും വിമാനത്തിലുണ്ട് എന്നാണ് വിവരം. അതായത് മുൻപ് യുദ്ധസമാനമായ സാഹചര്യത്തിൽ അദ്ദേഹം ഗ്രീസിലേക്ക് മാറിയത് ചൂണ്ടിക്കാട്ടിയാണ് പല വിദേശ മാധ്യമങ്ങളും ഈ സംശയം പ്രകടിപ്പിക്കുന്നത്. എന്നാൽ ഔദ്യോഗികമായി ഇതിന് യാതൊരുവിധ സ്ഥിരീകരണവും എത്തിയിട്ടില്ല. ഇറാൻ ആക്രമണം സാധ്യത നിലനിൽക്കുക, അതായത് ഇറാന്റെ ആക്രമണ സാധ്യത നിലനിൽക്കുന്നതിനാൽ നെവാറ്റിം എയർബേസിൽ നിന്നും വിമാനം മാറ്റുക എന്നത് ഇസ്രയേലിന്റെ തന്ത്രപരമായ നീക്കമാണെന്നാണ് കരുതപ്പെടുന്നത്. ഇനി എന്താണ് വിങ് ഓഫ് സയോൺ എന്ന് നോക്കാം. അതായത് അമേരിക്കൻ പ്രസിഡന്റ് എയർഫോഴ്സ് 1 സമാനമായി ഇസ്രയേൽ വികസിപ്പിച്ചെടുത്ത അത്യാധുനികമായ വിമാനമാണിത്. ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിന്റെയും വിദേശ യാത്രകൾക്ക് വേണ്ടിയാണ് ഈ വിമാനം സജ്ജമാക്കിയിരിക്കുന്നത്. ഇസ്രയേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസ് ആണ് ഈ വിമാനം രൂപപ്പെടുത്തിയത്. പഴയൊരു ബോയിങ് 767 വിമാനം വാങ്ങി നവീകരിച്ചാണ് ഇത് നിർമ്മിച്ചത്. ഏകദേശം $30 കോടി ചെലവിലാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഒരു വർഷം ഈ വിമാനം പറപ്പിക്കാൻ മാത്രം 4 കോടി ഷെക്കൽ, അതായത് ഏകദേശം 90 കോടി രൂപ ആവശ്യമാണ്. സുരക്ഷയ്ക്കും ആഡംബരത്തിനും ഒരേപോലെ പ്രാധാന്യം നൽകുന്നതാണ് വിങ് ഓഫ് സയോൺ. നിലത്ത് നൊടിയിക്കുന്ന മിസൈലുകളെ തകർക്കാൻ ശേഷിയുള്ള സ്കൈ ഷീൽഡ് മിസൈൽ ഡിഫൻസ് സംവിധാനം ഇതിലുണ്ട്. അതീവ രഹസ്യ സ്വഭാവമുള്ള ആശയവിനിമയങ്ങൾ തടസ്സമില്ലാതെ നടത്താൻ ഈ വിമാനത്തിന് സാധിക്കും. പ്രധാനമന്ത്രിക്ക് വിശ്രമിക്കാൻ ബെഡ്റൂം, ഷവർ സൗകര്യം, അത്യാധുനിക കിച്ചൺ, കോൺഫറൻസ് റൂം എന്നിവ ഇതിനകത്തുണ്ട്. മാധ്യമ പ്രവർത്തകരും ഉദ്യോഗസ്ഥർക്കുമായി 145 സീറ്റുകളാണ് ഇതിനകത്ത് സജ്ജീകരിച്ചിരിക്കുന്നത്. അതായത് ഇന്ധനം നിറയ്ക്കാതെ തന്നെ 11,000 കിലോമീറ്റർ വരെ പറക്കാൻ ഈ വിമാനത്തിന് സാധിക്കും. ഇസ്രയേലിൽ നിന്നും നേരിട്ട് ചൈനയിലേക്കോ US-ലേക്കോ ബ്രസൽസിലേക്കോ പറക്കാൻ ഇതിന് കഴിയും. 2014 വിഭാവനം ചെയ്ത ഈ പദ്ധതിയുടെ ചിലവ് ക്രമാതീതമായി വർദ്ധിച്ചത് ഇസ്രയേൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. തുടക്കത്തിൽ കണക്കാക്കിയതിന്റെ ഇരട്ടിയിലധികം തുകയായിരുന്നു ഇതിന് ചിലവഴിക്കേണ്ടി വന്നത്. എന്തായാലും ഈ വിമാനത്തിൽ ഇപ്പോൾ ഇസ്രയേൽ പ്രധാനമന്ത്രി സുരക്ഷിതൻ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ.